മീരറ്റിലെ പ്രശസ്തമായ സൗരഭ് സിംഗ് കൊലപാതക കേസിൽ നീല ഡ്രം കൊലപാതകം കഴിഞ്ഞ ദിവസം നടന്ന നാടകീയ രംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. കോടതിയിലെ വിചാരണയും ചോദ്യങ്ങളും. 313 വകുപ്പ് പ്രകാരം ചോദ്യം ചെയ്യൽ. ഏപ്രിൽ 21 നടന്ന വിചാരണയിൽ കോടതി പ്രതികളോട് 32ഓളം നിർണായക ചോദ്യങ്ങൾ ചോദിച്ചതായാണ് റിപ്പോർട്ടുകൾ. കുറ്റകൃത്യത്തിൽ അവർക്കെതിരെയുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് കോടതി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. മാനസികാവസ്ഥ. ഏകദേശം 13 മാസങ്ങൾക്കുശേഷമാണ് മുസ്കാനും സാഹിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നേരിട്ട് കോടതിയിൽ ഹാജരായത്. കോടതിയിലെ കടുത്ത ചോദ്യം ചെയ്യലിനു മുന്നിൽ പ്രതികൾ പതറുകയും വൈകാരികമായി തളരുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാന കാഴ്ചകൾ. കൈക്കുഞ്ഞുമായി മുസ്കാൻ. ജയിലിൽ വെച്ചു ജനിച്ച 6 മാസം പ്രായമുള്ള തന്റെ പെൺകുഞ്ഞിനെയും കൊണ്ടാണ് മുസ്കാൻ കോടതിയിലെത്തിയത്. കുഞ്ഞിനെ കയ്യിലേന്തി മുഖം മറച്ചാണ് അവർ മാധ്യമങ്ങൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സാഹിലിന്റെ മാറ്റം. മുൻപ് കണ്ടതിനേക്കാൾ രൂപത്തിൽ മാറ്റം വന്ന രീതിയിലാണ് സാഹിൽ കോടതിയിലെത്തിയത്. ഇവരുടെ സാന്നിധ്യം കോടതി പരിസരത്ത് വലിയ തിരക്കിനു കാരണമായി. കേസിന്റെ പശ്ചാത്തലം. കൊലപാതകം. 2025 മാർച്ചിലാണ് മുസ്കാൻ തന്റെ ഭർത്താവായ സൗരഭ് സിംഗിനെ കാമുകൻ സാഹിലിന്റെ സഹായത്തോടെ കൊലപ്പെടുത്തിയത്. ക്രൂരത. മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചു ഒരു നീല പ്ലാസ്റ്റിക് ഡ്രമ്മിലാക്കി സിമന്റിട്ട് ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ ഹിമാചലിലേക്ക് ഒളിവിൽ പോയി. നിലവിലെ സ്ഥിതി. കേസിൽ ഇതുവരെ 22 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. കേസിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. സൗരഭിന്റെ കുടുംബം പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തിയിരുന്നു. അടുത്ത വിചാരണ ഏപ്രിൽ 28 മാറ്റിയിട്ടുണ്ട്.